ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം പ്രകാരമാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയതെന്നും പോറ്റി ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. പോറ്റി പറഞ്ഞതനുസരിച്ച് 5 അംഗ സംഘത്തെ കണ്ടെത്താനാണ് SITയുടെ നീക്കം. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ്. പോറ്റിയെ ബംഗളൂരുവിലെത്തിച്ച് പരിശോധന നടത്തിയേക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ബംഗളൂരുവിലാണ് ഗൂഢാലോചന നടന്നതെന്ന കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമായത്? ഇയാൾ ഈ പോറ്റി പറഞ്ഞതനുസരിച്ചുള്ള 5 അംഗ സംഘം ആരൊക്കെയാണ്? അതിലേതെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരോ മറ്റേതെങ്കിലും ഉന്നതരോ ഉണ്ടോ? കഴിഞ്ഞ ദിവസമാണ് റാന്നി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത്. അവിടെ SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിനിടെയാണ് 5 അംഗ സംഘത്തിൻ്റെ സഹായം ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലിലടക്കം എന്ത് മൊഴി നൽകണമെന്ന കാര്യത്തിലടക്കം നിർദ്ദേശം നൽകിയത് ഈ 5 അംഗ സംഘമാണ് എന്ന സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത്. പക്ഷേ ഇത് ആരാണ് എന്ന വിവരങ്ങൾ ഒന്നും ഇതുവരെ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് വൈകാതെ എത്തും. ബംഗളൂരുവിലെത്തി ഈ പറഞ്ഞ സ്ഥലത്ത് ഉൾപ്പെടെ പരിശോധന നടത്തും. ഈ 5 പേർ ആരൊക്കെയാണ്, ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ ഉപദേശം നൽകിയ 5 പേർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് പിന്നാലെയാകും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്ത് നൽകിയ ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടിയായ മൂരാരി ബാബുവിനെയും അതോടൊപ്പം സുനിൽകുമാറിനെയും വിശദമായി ചോദ്യം ചെയ്യുക. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്ത് നൽകിയവരിൽ സർവീസിലുള്ള 2 ഉദ്യോഗസ്ഥരാണുള്ളത്. അവരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ വിരമിച്ചിരിക്കുന്ന എന്നാൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് 8 പേരിലേക്ക് കൂടി അന്വേഷണം എത്തുക. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിലെ ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ സ്വർണം എവിടെയാണ് കൊണ്ട് വിറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇത് എന്ത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. അതിനൊപ്പം ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി പോകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഈ ബംഗളൂരുവിൽ മാത്രമായിരിക്കുമോ ഈ പരിശോധന ഉണ്ടാവുക? കാരണം ചെന്നൈ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇയാളുടെ മൊഴി അനുസരിച്ച് ഗൂഢാലോചന നടന്ന സ്ഥലത്ത് മാത്രമായിരിക്കുമോ പരിശോധന ഉണ്ടാവുക? പരിശോധന മറ്റ് സ്ഥലങ്ങളിലും കാണും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളുടെ സമഗ്രമായ റിപ്പോർട്ടായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങളുടെയും കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ പരിശോധന ആരംഭിക്കുകയും 2 FIRകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം ഈ പരിശോധന നടക്കും. അതിൽ ഈ ഗൂഢാലോചന നടന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഡാന്, ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യൽ നടക്കുന്നത്, ഇയാളിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തണം. നിലവിൽ പ്രതി ചേർത്തിട്ടുള്ള മറ്റ് പ്രതികളുടെ, അതായത് ഈ പ്രതിപ്പട്ടികയിലുള്ള മറ്റാളുകളുടെയും അവരെ കസ്റ്റഡിയിലെടുക്കുക, ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? ആകെ 6 ആഴ്ചയാണ് അന്വേഷണത്തിൻ്റെ പരിധി. അതിൽ ഏതാണ്ട് 1.5 ആഴ്ചയാകുന്നു. അതിനോടകം കേസിൽ FIRൽ ആദ്യം 1-ാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായി അടുത്തതായി ഇനി മൂരാരി ബാബുവും സുനിൽകുമാറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിലേക്കായിരിക്കും ആദ്യം എത്തുക. അതിനുശേഷമായിരിക്കും ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തുക. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള തുടർ നീക്കങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. അതുകൊണ്ട് തന്നെ പഴുതടച്ച ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടക്കുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും 6 ആഴ്ചക്കകം
റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ ഉന്നതർക്ക് ഇതുമായി പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. ആ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുക, അതല്ലെങ്കിൽ ഏതെങ്കിലും അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടോ? കാരണം ദേവസ്വം ബോർഡിലെ മുൻ ഭാരവാഹികൾ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, അവരിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടോ? നിലവിൽ അത്തരം വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും താൻ മാത്രമല്ല ഇതിൽ പങ്കാളിയായിട്ടുള്ളത്, മറ്റ് പലർക്കും ഇതിൽ പങ്കുണ്ട്. അവരെ താൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത് എന്ന സൂചന നൽകുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് SITക്ക് നൽകിയതായാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ പശ്ചാത്തലമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പുരോഗമിക്കുന്നത്. മറ്റാർക്കെങ്കിലും വേണ്ടി ബെനാമിയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വലിയൊരു സംശയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ദിശയിലേക്ക് കൂടി അന്വേഷണം നീളുന്നതും. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലെന്നാണ് അറസ്റ്റായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. പോറ്റി പറഞ്ഞതനുസരിച്ച് 5 അംഗ സംഘത്തെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.